ലിയോ പാപ്പ ലാറ്റിൻ അമേരിക്കയിലേക്ക് നവംബറിൽ ഉറുഗ്വേ, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രത്തലവന്മാരുടെയും സഭാധികാരികളുടെയും ക്ഷണം സ്വീകരിച്ച് ലിയോ പാപ്പ നവംബറിൽ സന്ദർശനം നടത്തും. പാപ്പയായതിനു ശേഷം ലിയോ പാപ്പ ലാറ്റിൻ അമേരിക്കയിലേക്ക് നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമായിരിക്കും ഇത്. നവംബർ 6 മുതൽ 17 വരെ നീളുന്ന 11 ദിവസം നീണ്ട യാത്രയിൽ പാപ്പ ഉറുഗ്വേ, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉൾപ്പെടുന്ന ഈ ഇടയ സന്ദർശനം നടത്താനുള്ള ക്ഷണം രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരിൽ നിന്നും സഭാധികാരികളിൽ നിന്നും പാപ്പ സ്വീകരിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ആശയവിനിമയ വേദികൾ മനുഷ്യ കുടുംബത്തിന്റെ പൊതുനന്മ ഉറപ്പുവരുത്തണം. ലിയോ 14 പാപ്പ സുവിശേഷ മൂല്യങ്ങളായ അന്തസ്സ്, നീതി, അനുരഞ്ജനം എന്നിവയുമായി സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യം മുൻനിർത്തി കത്തോലിക്ക മാധ്യമ പ്രൊഫഷണലുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും അനുഭവങ്ങൾ പങ്കിടാനും മാധ്യമങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി നടത്തപ്പെടുന്ന സിഗ്നിസ് ആഗോള കോൺഗ്രസിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ ആശംസാ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി നൽകി. ആശയവിനിമയ വേദികൾ മാനവ കുടുംബത്തിന്റെ പൊതുനന്മ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഈ ചർച്ചകൾ ഒരു പുതിയ പ്രചോദനം നൽകുമെന്ന് പരിശുദ്ധ പിതാവ് പ്രതീക്ഷിക്കുന്നുവെന്ന് സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിഗ്നിസ് വേൾഡ് കോൺഗ്രസിൽ പ്രദർശിപ്പിച്ചു. റുവാണ്ടയുടെ തലസ്ഥാനമായ കിഗാലിയിൽ നടന്ന സിഗ്നിസ് വേൾഡ് കോൺഗ്രസിൽ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിനിമ പ്രദർശിപ്പിച്ചു. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ ജീവിതമാണ് ഈ സിനിമ പറയുന്നത്. മധ്യപ്രദേശിലെ ആദിവാസികളെ ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കിടെയാണ് സിസ്റ്റർ വധിക്കപ്പെട്ടത്. 2024 ഓസ്കർ പുരസ്കാരത്തിനായുള്ള പരിഗണനാ പട്ടികയിൽ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഇടം പിടിച്ചിരുന്നു. സിനിമയുടെ സംവിധായകൻ ഡോക്ടർ ഷൈസൻ പി ഔസേബ് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൂടാതെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിഗ്നിസ് ഇന്ത്യ പ്രസിഡന്റ് ഫാദർ വിജയ് ലോബോ, നിസ്കോട്ട് ഡയറക്ടർ ഫാദർ റോബിൻസൺ, ഡോക്ടർ മഹിമൈ പ്രകാശം, സിസ്റ്റർ ജോയന്ന, സിസ്റ്റർ മോളി ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു. ESA സർക്കാർ ഇടപെടണമെന്ന് KCBC. പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് ജൂലൈ 27 പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജനവാസ മേഖലകളും കൃഷിഭൂമിയും പൂർണ്ണമായി ഒഴിവാക്കാനും റവന്യൂ വില്ലേജുകളെ കൃത്യമായി തരംതിരിക്കാനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ സത്വരമായി ഇടപെടണമെന്ന് KCBC. പ്രകൃതി ദുരന്തത്തിൽ അകപ്പെടുന്നവരെ സഹായിക്കാൻ സഭ പ്രതിജ്ഞാബദ്ധമാണെന്നും കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന KCBC സമ്മേളനം വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പശ്ചിമഘട്ട വിഷയത്തിൽ കേരള സമൂഹത്തിന് ആശ്വാസമേകുന്ന ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തണമെന്നും KCBC ആവശ്യപ്പെട്ടു. വല്ലാർപാടം തീർത്ഥാടനം സെപ്റ്റംബറിൽ. ബൈബിൾ കൺവെൻഷൻ ഫാദർ സേവ്യർ ഗൻ വട്ടായിൽ നയിക്കും. ദേശീയ മറിയം തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിനും ബൈബിൾ കൺവെൻഷനുമായി വല്ലാർപാടം റോസറി പാർക്കിൽ നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടു കർമ്മം വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിനർ മാത്യു കല്ലിങ്കൽ നിർവഹിച്ചു. സെപ്റ്റംബർ 13 വല്ലാർപാടം തീർത്ഥാടനം. സെപ്റ്റംബർ 6 മുതൽ 10 വരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ ഫാദർ സേവ്യർ ഗൻ വട്ടായിൽ PDM നയിക്കും. KLMന്റെ പുതിയ ഓഫീസ് ആശീർവദിച്ചു. പാലാരിവട്ടത്ത് KLMന്റെ പുതിയ ഓഫീസ് ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ ആശീർവദിച്ചു. ആശീർവാദ ചടങ്ങിൽ POC ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ, KLM ഡയറക്ടർ ഫാദർ അരുൺ വലിയ താഴത്ത്, ജീസസ് ഫ്രറ്റേണിറ്റി ഡയറക്ടർ ഫാദർ മാർട്ടിൻ തട്ടിൽ, KLM പ്രസിഡന്റ് ജോസ് മാത്യു ഊക്കൻ, സെക്രട്ടറി ഡിക്സൺ മണി, ട്രഷറർ അഡ്വക്കേറ്റ് തോമസ് മാത്യു, ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ ലീന, ആർദ്ര എന്നിവർ പങ്കെടുത്തു.